ഹായ് ഓൾ. നമുക്കിന്നൊരു കിഡിലൻ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? ലൈക്ക് ആലു പൊറോട്ട. കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാവും. കോമൺ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളത് തന്നെ. കുറച്ച് സവാള, ആലു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആദ്യമേ നമുക്കൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചേക്കാം. അതിൽ കുറച്ച് ഗാർലിക്കും കുറച്ച് ചില്ലിയൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തത്, കുറച്ച് കൊറിയൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലി അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം ഒന്ന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലിട്ട് കുറച്ച് ജീരകം ഇടുക. അത് കഴിഞ്ഞ് അയമോദകം അത് കുറച്ചേ ഇടാവുള്ളൂ, ഒരു പിഞ്ച്. അത് കഴിഞ്ഞിട്ട് അതിൽ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ നേരത്തെ അതായത് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും വേണം. പിന്നെ നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ഒരു ചെറിയ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി വരുമ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ പോയി വരുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഇത്രയും കൂടെ ഒന്ന് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കൂടാണ്ട് കുറച്ച് ഒനിയനും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് നമ്മളൊന്ന് അതിനെ വരട്ടി ഒരു നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണ പോലെ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ആലു ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഞങ്ങൾ 3 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ കൊറിയൻഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ മസാല റെഡിയായി. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ചപ്പാത്തിയിലേക്ക് പോകാം. ചപ്പാത്തി നമ്മുടെ സാധാ ചപ്പാത്തി പോലെ കുഴച്ചിട്ട് അത് ബോൾസ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല സ്റ്റഫ് ചെയ്തെടുക്കുക. ഓക്കെ. സ്റ്റഫ് നോർമൽ, അത് ഭയങ്കര നോർമൽ പ്രോസസ്സിൽ നമ്മൾ സ്റ്റഫ് ചെയ്തെടുക്കുന്നു. അതൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കൽ ഒരു ഇത്തിരി പരിപാടിയാണ്, ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അത് പൊട്ടാതെയൊക്കെ ഒന്ന് നോക്കിയെടുക്കണം. അത് പക്ഷേ പയ്യെ പയ്യെ എല്ലാവർക്കും ശരിയായി വരും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സെറ്റപ്പാക്കി ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പയ്യെ ഒന്ന് മൊരിച്ചെടുക്കാം. അതായത് ഇത് മൊരിച്ചെടുക്കുന്നത് നല്ല ഗീയിലൊക്കെ നല്ലൊരു മൊരിവായിട്ട് വരണം. അത് മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. ആ ഗീയുടെയും ആ ആലു മസാലയുടെയും അതൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ വായിൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരിക്കും. പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നു. എന്നിട്ട് അടുത്തത് നമുക്കതൊന്ന് മൊരിച്ചെടുക്കാം. അത്യാവശ്യം പാനിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ അത് അകമൊക്കെ വേകാൻ വേണ്ടി ഇത്തിരി വെയിറ്റ് ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ മൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് പയ്യെ ഒന്ന് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് അത് പുറമൊക്കെ നല്ല ക്രിസ്പി രീതിയിൽ മൊരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു തൈര് ചല്ലാസ് പോലെ നമ്മുടെ പറയൂലേ, സവോളയൊക്കെ അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ചില്ലിയും കൊറിയൻഡറും ഒക്കെ ഇട്ട് നമ്മുടെ തൈരും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിങ്ങനെ എടുക്കുക. ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷനുണ്ട്. ആലു പൊറോട്ട, കുറച്ച് തൈര്, അതിൻ്റെ കൂടെ കുറച്ച് പിക്കിൾ. ഇത്രയും മതി. സംഭവമാണ്, ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആകും. ഓക്കെ, താങ്ക് യു.